മാടായി കോളേജ് നിയമന വിവാദത്തിൽ എം കെ രാഘവൻ എം പിക്ക് പിന്തുണയുമായി CPIM. നിയമനം ലഭിച്ച MK ധനേഷ് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് പറയുന്നു. വിവാദത്തിന് കാരണം കോൺഗ്രസിനകത്തെ സംഘടനാ പ്രശ്നങ്ങളാണെന്നും വി വിനോദ് പ്രതികരിച്ചു. ആർക്കെങ്കിലും മാടായി കോളേജിൽ നിയമനം നടത്തി കൊടുത്തതായി എൻ്റെ അറിവിലില്ല, ഞങ്ങളുടെ അറിവിലില്ല. അല്ല, ഇപ്പോൾ ഉയർന്നു വന്നത് ഒരു അഴിമതി ആരോപണമല്ലല്ലോ. അവരുടെ സംഘടനക്കുള്ളിലെ ചില പ്രശ്നങ്ങൾ, ചില വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സജോ ദേവസ്യ വാർത്തകളുമായി. സജോ, അവിടെ കോൺഗ്രസ് MPയുടെ കോലം കോൺഗ്രസ്സുകാർ തന്നെ കത്തിക്കുന്നു. MK രാഘവൻ അനുകൂലികൾ പ്രതികൂലികൾ തമ്മിൽ ഏറ്റുമുട്ടൽ. അങ്ങനെ കോൺഗ്രസിനകത്ത് പുരോഗമിക്കുന്ന ഒരു പ്രശ്നത്തിൽ CPM കൂടി ഒരു പക്ഷം പിടിക്കുകയാണോ സജോ? ഹാഷ്മി, കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിന് കീഴിലാണ് മാടായി കോളേജ് ഉള്ളത്. അവിടെ CPIMകാർക്ക് 4 നിയമനം നടന്നു, 2 CPIMകാർക്ക് നിയമനം നൽകി എന്നാണ് കോൺഗ്രസ്സുകാരുടെ തന്നെ ആരോപണം. അത് പരസ്യ കലാപവും പ്രതിഷേധവും MK രാഘവൻ MPയുടെ കോളേജ് ഭരണസമിതി ചെയർമാനായ MK രാഘവൻ MPയുടെ കോലം കത്തിക്കുന്നതിലേക്കും തെരുവിൽ തമ്മിലടിക്കുന്നതിലേക്കും ഒക്കെ വളർന്നിരുന്നു. ഈ വിഷയത്തിൽ ഇതുവരെ CPIM ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. CPIMന്റെ മാടായി ഏരിയ സെക്രട്ടറി വി വിനോദാണ് ഈ വിഷയത്തിൽ ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും MK രാഘവൻ MPക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതായി വായിച്ചെടുക്കേണ്ടി വരും എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. അദ്ദേഹം പറയുന്നത് തങ്ങളുടെ അറിവിൽ, പാർട്ടിയുടെ അറിവിൽ ഒരു CPIM പ്രവർത്തകനും അവിടെ ജോലി കിട്ടിയിട്ടില്ല. അതേസമയം രാജി എഴുതി വാങ്ങണം എന്നൊക്കെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന MK ധനേഷ് DYFI പ്രവർത്തകനാണ്, CPIM പ്രവർത്തകനാണ് എന്നതാണ് കോൺഗ്രസ്സുകാർ തുടർച്ചയായി ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷേ ധനേഷിന് 15 വർഷമായി പാർട്ടിയുമായി ബന്ധമില്ല. അവിടെ CPIM പ്രവർത്തകർക്കൊന്നും നിയമനം കിട്ടിയതായി അറിവില്ല, അങ്ങനെ ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. മറ്റൊന്ന് അഴിമതി ആരോപണം, അതായത് കോഴ വാങ്ങിച്ച് നിയമനം നടത്തി എന്നതായിരുന്നു. അതിൽ നേരത്തെ ഒരു ഉദ്യോഗാർത്ഥി തന്നെ അവിടുത്തെ ഇന്റർവ്യൂ പാനലിലെ സർക്കാർ പ്രതിനിധിക്ക് പരാതിയടക്കം നൽകിയിരുന്നു. പക്ഷേ അക്കാര്യത്തിലും അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അഴിമതി ആരോപണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത് കോൺഗ്രസിനകത്തെ ഒരു ആഭ്യന്തര തർക്കം മാത്രമാണ്, അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഒരു പ്രാധാന്യം ഇതിനുള്ളതായി കരുതുന്നില്ല എന്നുമാണ്. അതായത് 2 കാര്യങ്ങളും CPIM തള്ളുന്നു. ഒരർത്ഥത്തിൽ MK രാഘവൻ്റെ നിലപാട് തന്നെയാണ്. അതായത് അഴിമതി കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, 2 CPIMകാർക്ക് നിയമനം നൽകിയിട്ടില്ല എന്നാണ് ഏരിയ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അത് രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയവും കൗതുകമുള്ളതുമാണ്. ഓക്കെ, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകുന്നത്. MK രാഘവൻ MPക്ക് ഒരു പരോക്ഷ പിന്തുണയുമായി അവിടുത്തെ CPM രംഗത്ത് വരുന്നു. അതോടുകൂടി ആ പ്രശ്നത്തിൽ CPM കൂടി ഒരു പക്ഷത്ത് നിൽക്കുകയാണ്. അത് MK രാഘവൻ MPക്ക് അനുകൂലമാണ്.